വൃന്ദാവനത്തിലെ പ്രഭാതം ശാന്തമായിരുന്നു. പച്ചപ്പിൽ കന്നുകാലികളുടെ മണിയൊലി മുഴങ്ങുന്നു. കൃഷ്ണൻ കുഴൽ വായിക്കുന്നു. പെട്ടെന്ന് കാട്ടിന്റെ അറ്റത്ത് ഇരുണ്ട ഒരു നിഴൽ നീങ്ങുന്നു. അതൊരു സാധാരണ ജീവിയല്ല. കണ്ണിൽ തീപ്പൊരി നിറഞ്ഞ ഒരു മായാവി കൊമ്പൻ കാള. കൊമ്പൻ ഘോരം മുഴക്കി. കന്നുകാലികൾ ഭയന്നോടി. ഗ്രാമം മുഴുവൻ കുലുങ്ങി. പക്ഷേ കൃഷ്ണൻ പുഞ്ചിരിയോടെ മുന്നോട്ടു നടന്നു. യമുനയുടെ തീരത്ത് അവൻ കൊമ്പന് നേരിട്ടു നോക്കി. "നീ ആരാണ് ബാല? എനിക്കെതിരെ നിൽക്കാൻ ധൈര്യമോ?" കൊമ്പൻ പരിഹസിച്ചു. കൃഷ്ണൻ ശാന്തമായി പറഞ്ഞു, "ധൈര്യം എന്റേതല്ല, ധർമ്മത്തിന്റേതാണ്." കൊമ്പൻ കുതിച്ചു. ഭൂമി നടുങ്ങി. പക്ഷേ കൃഷ്ണൻ കണ്ണുകളടച്ചുകൊണ്ട് കുഴൽ വായിക്കാൻ തുടങ്ങി. അതുകേട്ട് കൊമ്പന്റെ ദേഹത്തുള്ള മായ അലിഞ്ഞു. അവൻ വിറച്ചു. വലുപ്പം കുറഞ്ഞു. ഒടുവിലൊരു ചെറു കാളയായി മാറി. കൃഷ്ണൻ അവന്റെ തലത്തൊട്ടു പറഞ്ഞു, "കോപം വിട്ടാൽ നിന്റെ ഉള്ളിലെ പ്രകാശം തിരിച്ചുവരും." അവൻ കൃഷ്ണന്റെ പാദങ്ങളിൽ വീണു. കണ്ണുനീർ വഴുതി. അന്നുമുതൽ ആ കാള കൃഷ്ണന്റെ കൂട്ടത്തിൽ ചേർന്നു. ഗ്രാമക്കാർ അവനെ ഗോവിന്ദൻ എന്നു വിളിച്ചു.